ഒരു ഡെലിവറി കഴിഞ്ഞൊരു സ്ത്രീ അവർക്കിപ്പോൾ ഡെലിവറിക്ക് ശേഷം അവർക്ക് ഇച്ചിരി ടമ്മിയൊക്കെ ആയി വയറൊക്കെ ആയി ഇച്ചിരി വയറൊക്കെ ചാടിയെന്ന് വിചാരിക്കുക. അവർക്ക് ലൈപ്പോസെക്ഷൻ ആയിരിക്കും അഡ്വൈസ് ചെയ്യുക. ഡെലിവറി കഴിയുമ്പം ദർ ആർ ഡിഫറെൻറ്റ് തിങ്സ്. അതായത് ഒന്നാമത്തത് ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവും പല അറൗണ്ട് ദ അബ്ഡോമൻ ആയിട്ട്. പിന്നെ സ്കിൻ ലൂസ് ആവും. നമ്മുടെ സ്കിൻ ഒരുപാട് ഇങ്ങനെ കുട്ടിയെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി വലുതായി പിന്നെ അത് മാറുമ്പോൾ സ്കിൻ ലൂസായി കിടക്കും. പിന്നെ മസിൽസും വീക്കാവും. ഈ 3 കോമ്പണൻറ്റും നമ്മൾ ഒരുമിച്ച് കറക്റ്റ് ചെയ്താൽ മാത്രമേ പോസ്റ്റ് ഡെലിവറി ആ ഒരു മമ്മി മേക്ക് ഓവറിൽ നമ്മൾ പറയുന്ന ആ ഒരു ബോഡി റീഗെയിനിങ് നടക്കുള്ളൂ. ഇപ്പം ചില ആൾക്കാർക്ക് ദേ മേ ബി ഏബിൾ ടു കം ബാക്ക് ടു ദർ നോർമൽ വെയിറ്റ്. എങ്ങനെയാണെങ്കിലും പ്രഗ്നൻസി ടൈമിൽ യു വിൽ പുട്ട് ഓൺ സം വെയിറ്റ്. ഒരു 11 to 12 kgs യു വിൽ നോർമൽ വെയിറ്റ് ഗെയിൻ ആണ് പ്രഗ്നൻസിയുടെ. അപ്പോൾ ചില പേർക്ക് ദേ ആർ ഏബിൾ ടു ലൂസ് ഇറ്റ് വിത്ത് എക്സസൈസ് ആൻഡ് ഡയറ്റ് ആൻഡ് ഓൾ ദാറ്റ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദേ ജസ്റ്റ് ഹാവ് സം ലാക്ക് സ്കിൻ അല്ലെങ്കിൽ ചെറിയ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് ലൈപ്പോസക്ഷൻ മാത്രം മതിയാവും. ചിലവർക്ക് ലൈപ്പോസക്ഷൻ കഴിഞ്ഞാൽ സ്കിൻ തൂങ്ങിയിട്ടുണ്ട്. അപ്പോൾ വി ഹാവ് ടു കസ്റ്റമൈസ് ഇറ്റ് വിത്ത് സർജിക്കൽ ആ സ്കിൻ കറക്ഷൻ കൂടി ഇടും. അതാണ് നമ്മൾ ടമ്മി ടക്ക് എന്ന് പറയുന്നത്. ചിലവർക്ക് ഇത് രണ്ടും അല്ലാണ്ട് മസിൽ തമ്മിൽ വിടവ് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ അത് തന്നെ എക്സസൈസ് കൊണ്ട് അടുത്ത് വരാൻ വളരെ പാടാണ്. ചില എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ വേഴ്സ് ആകാറുമുണ്ട്. അപ്പം അത് തിരിച്ചടുപ്പിക്കാനുള്ള പാകവും കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടും. സോ ക്യാൻ ബി ലൈപ്പോസക്ഷൻ, ഇറ്റ് ക്യാൻ ബി എ ലൈപ്പോസക്ഷൻ പ്ലസ് ടമ്മി ടക്ക്. ടമ്മി ടക്കിലാണ് സർജിക്കൽ ആയിട്ടുള്ളത്. ബട്ട് യൂഷ്വലി ഇറ്റ് ഈസ് ഓൾവേസ് എ കോമ്പിനേഷൻ. അപ്പം ചില പേഷ്യൻസ് ടമ്മി ടക്ക് ചെയ്യാറുണ്ട്. ഡയറക്ട്ലി ദേ ജസ്റ്റ് ഡു ഓൺലി സർജറി. ചില സർജൻസ് ഏർലിയർ കൺസെപ്റ്റ് വാസ് ലൈക്ക് ദാറ്റ്. നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കിൻ പോകും, പിന്നെ അത് വർക്ക് ചെയ്യില്ല. ബട്ട് ഇപ്പോഴത്തെ കൺസെപ്റ്റ് ഈസ് യു ട്രീറ്റ് ദ ഹോൾ ഏരിയ. നമ്മൾ 360 ഡിഗ്രി എന്നാണ് പറയുന്നത്. അതായത് ഒരാളുടെ പുറവശം ലൈപ്പോസക്ഷൻ ചെയ്യും, മുൻവശം ലൈപ്പോസക്ഷൻ ചെയ്യും, എന്നിട്ട് ആ സ്കിൻ കറക്റ്റ് ചെയ്യും. അപ്പോഴാണ് ദാറ്റ് വിൽ ഡ്രേപ്പ് നൈസ്ലി. And that will give you the real result which they are looking for. ഇപ്പോൾ വൺസ് നമ്മൾ ലൈപ്പോ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാലേ അത് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം നിലനിൽക്കും? ഒരിക്കൽ മാത്രം ചെയ്ത് മതിയോ അത്, അല്ലെങ്കിൽ പിന്നീട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും? ലൈപ്പോ സെക്ഷനിൽ വാട്ട് വി ഡു ഇസ് നമ്മുടെ ഫാറ്റ് സെൽസ് നമ്മൾ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബോഡിയിൽ ഹൗ ഫാറ്റ് ഗ്രോസ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിൽ ഇറ്റ് ക്യാൻ ഗ്രോ ഐദർ ബൈ സെല്ലിൻ്റെ നമ്പർ കൂട്ടിയിട്ട്, ഇത്ര ഫാറ്റിൻ്റെ സെൽസിൻ്റെ നമ്പർ കൂടാം, അല്ലെ ഫാറ്റ് സെല്ലിൻ്റെ സൈസ് കൂടാം. ഈ 2 രീതിയിലാണ് വലുതാവുന്നത്. പക്ഷേ ഫാറ്റ് സെൽസ് grow by increasing in size. They don't increase in number. ഇപ്പോൾ 100 സെൽസ് ഉണ്ടായിരുന്ന സെൽസ് വി ഹാവ് ടേക്കൺ ഔട്ട് 70. സം ഫാറ്റ് വി സ്റ്റിൽ ലീവ്. അപ്പോൾ ആ 30 അവിടെ ഉണ്ട്. പക്ഷെ ആ 30 വലുതാവുന്നത് ഒരു 100 വലുതാവുന്നതിൻ്റെ ഈക്വലൻ്റ് ആവില്ല. സോ ദർ ഈസ് ഡെഫിനറ്റ്ലി സം ഫാറ്റ് റിഡക്ഷൻ. ദർ ഇസ് നോ പുതിയ ഫാറ്റ് സെൽസ് അവിടെ വരില്ല. ബട്ട് ലൈപ്പോസക്ഷൻ ചെയ്തു എന്നും പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് വെക്കില്ല എന്ന് പറയാൻ പറ്റില്ല. യു ഹാവ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇറ്റ്സ് ഓൺലി എ റീബൂട്ട് ബട്ടൺ. അവിടുന്ന് ഇറ്റ് ഈസ് ചെയ്ത പേഷ്യൻറ്റ് ഷുഡ് ബി മോട്ടിവേറ്റഡ് ഇനഫ് ടു മെയിൻറ്റെയിൻ ദാറ്റ്. ബട്ട് ഇറ്റ് വിൽ ബി ഈസിയർ ടു മെയിൻറ്റെയിൻ ദാൻ വിത്ത് 100 സെൽസ് വെൻ യു ഹാവ് ഓൺലി 30 സെൽസ്.